എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതന്നെ അവരെ വകയാണ്. ജിന്ന് മനുഷ്യരൂപത്തിൽ വരും, ശരിയാണ്. ഖുർആനിലും ഹദീസിലുള്ളതാണ്, അമാനുവലിന്റെ പരിഭാഷയിലുള്ളതാണ്. ജിന്ന് മനുഷ്യരൂപം പ്രാപിക്കുന്നു. പിന്നെ ജർമ്മനിയിലുള്ള മരുന്ന് ജിന്നിന്റെ സഹായത്തോടെ നാട്ടിലെത്തിക്കാൻ കഴിയും. അത് സാഹിറന്മാർ അവകാശപ്പെടുന്നുണ്ട്, ജിന്നിനെ പൂജിക്കുന്നവർ അവകാശപ്പെടുന്നുണ്ട്. ഇതാ എത്രയോ ദൂരത്ത് സബൈരാത്തിയുടെ സിംഹാസനം കൊണ്ടുവരാന്ന് ഇഫ്രീത്തും മിനൽ ജിന്ന് പറഞ്ഞില്ലേ? അപ്പൊ പറയും സുലൈമാൻ നബിന്റെ മൊയ്സത്താണ്. സുലൈമാൻ നബിന്റെ മൊയ്സത്ത് ജിന്നിന്റെ കഴിവല്ല, അത്രയും കഴിവുള്ള ജിന്നിനെ കീഴ്പ്പെടുത്തി കൊടുത്ത മൊയ്സത്ത്. സുലൈമാൻ നബിക്ക് സ്പെഷ്യൽ ജിന്നൊന്നുമല്ല. ആ ജിന്ന് അന്ന് കഴിവുണ്ട്, ഇന്നും കഴിവുണ്ട്. അപ്പൊ അതെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്നല്ല പറഞ്ഞത്. ജിന്നിനെ പൂജിക്കുന്ന സാഹിറന്മാർക്ക് സാധിക്കും. ജിന്നിനെ ആരാധിച്ചാൽ ഉത്തരം ലഭിക്കും. ആ ജിന്നിനെ ആരാധിച്ചവർക്ക് ഉത്തരം കൊടുക്കാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല, അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. പക്ഷെ ജിന്നിനെ കൊണ്ട് കഴിയുന്ന ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതാരാ പറയാത്തത്? ഉസ്മാൻ ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? അമാനി മോലി പറഞ്ഞിട്ടില്ലേ? കഴിഞ്ഞ 2 ലക്കം മുമ്പുള്ള ഇസ്ലാം എടുത്തു നോക്കെ. മണിയായിട്ട് പിശാച് ജ്യോത്സ്യന്മാരെയും അതുപോലെ തന്നെ ഈ മന്ത്രവാദികളെയൊക്കെ സഹായിക്കും എന്ന് മുമ്പ് കാലം മുതൽക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അന്ധവിശ്വാസമാണോ, ശിർക്കാണോ? പിന്നെ ജിന്ന് ബാധയുള്ള വ്യക്തിക്ക് ജിന്ന് ചികിത്സകരെ സമയം ചികിത്സ നടത്താം. ഭൗതിക ചികിത്സ നിഷ്ഫലമായ ഘട്ടത്തിൽ ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിച്ച് രോഗം വന്നാൽ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് അതിന് ഒഴിവാക്കുന്ന ഒരു ചികിത്സ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആളുപട ഉണ്ടെങ്കിലല്ലേ? അങ്ങനത്തെ ആളുപടല്ല ഉണ്ടെങ്കിൽ അയാളെ കൊടുത്തു പോയിട്ട് ഖുർആൻ ഓതി, പരിശുദ്ധ ഖുർആൻ ആയത്ത് ഓതി കേൾപ്പിക്കുകയും ഹദീസിൽ വന്ന പ്രാർത്ഥന ഓതി കേൾപ്പിക്കുകയും ചെയ്താൽ അയാൾക്ക് ശമനം കിട്ടും. അല്ലെങ്കിൽ ഖുർആന്റെ കാസറ്റ് ഇങ്ങനെ ഇട്ട് ചെവിയിലിട്ട് കേട്ട ശമനം കിട്ടും. അതാണ് പറഞ്ഞത്. പിന്നുള്ളതോ മറഞ്ഞ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാത്തവരെ സഹായിക്കും. മറഞ്ഞ മാർഗം എന്ന് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ അഭൗതികം എന്നാണോ? എങ്കിൽ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അല്ല, കണ്ണോട് കാണാത്ത മാർഗം എന്നാണെങ്കിൽ ഇപ്പൊ മലക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്, ഖുർആനുണ്ട്, ഹദീസുണ്ട് തെളിഞ്ഞല്ലേ? അത് വിശ്വസിച്ചാൽ ശിർക്കാവോ? ശൈത്താൻ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട്, അത് വിശ്വസിച്ചാൽ ശിർക്കാവോ? അപ്പൊ മറഞ്ഞ മാർഗത്തിൽ ഉപകാരം ഉപദ്രവം ഒക്കെ അല്ലല്ലാത്തോട് ചെയ്യും. പക്ഷേ നിങ്ങൾ പറഞ്ഞ മറഞ്ഞ മാർഗം അഭൗതിക മാർഗമാണ്, അത് അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതല്ല നമ്മൾ കാണാത്ത മാർഗം എന്നാണ് അർത്ഥമെങ്കിൽ അത് മലക്കും ജിന്നും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്. മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 എണ്ണം കൊടുത്തിൽ ഈ 5 എണ്ണം മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്.